ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ കോറോ സിംഗ് ഓർ രാഹുൽ KP. സോ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ടാക്ടിക്സും അതുപോലെ തന്നെ ഗെയിം പ്ലേയും ഒക്കെ കണ്ടിട്ടാണ്. ഒരാളെയും കുറ്റം പറയാനോ അതല്ലെങ്കിൽ മറ്റൊരാളെ അടാറുതിയിൽ പൊക്കിയടിക്കാനോ പറ്റൂല. സോ ഈ സീസണിൽ ഇനി ആര് തുടരണം, അതായത് കോച്ചൊന്നുമില്ല, അസിസ്റ്റൻറ്റ് കോച്ചാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ രാഹുൽ KP ഓർ കോറോ സിംഗ് നമ്മുടെ ആ ഒരു വിങ്ങിൽ ആര് തുടരണം എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അപ്പോൾ അതിനുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1 ലക്ഷം ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത്. സോ നമുക്ക് രണ്ടുപേരുടെയും ചെറിയൊരു ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആദ്യം നമ്മൾ രാഹുൽ KPയിലേക്ക് വരാം. രാഹുൽ KP എന്ന് പറയുന്നത് 24 വയസ്സായിട്ടുള്ള ഒരു യങ് പ്ലെയറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന യങ് പ്ലെയറാണ്. ഏകദേശം 5 സീസണോളം ഇതുവരെയായിട്ട് കളിച്ചു കഴിഞ്ഞു. പിന്നെ ഈ സീസണും കൂടി കൂട്ടിയിട്ട് ഏകദേശം 6 സീസണോളം പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് രാഹുൽ KP എന്ന് പറയുന്നത്. 80ലധികം മത്സരങ്ങൾ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 8 ഗോളുകൾ, അതുപോലെ തന്നെ 5 അസിസ്റ്റുകൾ. ഇതൊക്കെ വളരെ കമ്മിയായിട്ടുള്ള ഒരു റേറ്റിംഗ് മാത്രമാണ്. 4643 മിനിറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് രാഹുൽ KP കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 71% പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് രാഹുൽ KP. ഇനി ഇതേ സംഭവം നമ്മൾ കോറോ സിംഗിലേക്ക് വരാം. വെറും 18 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു കളിക്കാരനാണ്, യങ് പ്ലെയറാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ISLൽ ഇതുവരെയായിട്ട് 7 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ളൂ. അതിൽ ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ 3 അസിസ്റ്റുകൾ കോറോ സിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 374 മിനിറ്റുകളോളം പ്ലെയിങ് ടൈം കോറോ സിംഗിനുണ്ട്. ഇതിൽ നിന്നൊക്കെ കൂട്ടി കുറച്ച് നോക്കുമ്പോൾ 79% പാസിംഗ് ആക്യുറസി ആർക്കുണ്ട്? നമ്മുടെ കോറോ സിംഗിനുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപരി 107ഓളം സക്സസ് പാസുകൾ കോറോ സിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ചാൻസ് ക്രിയേഷൻ നടന്നിട്ടുണ്ട്. 6ഓളം സക്സസ് ഡ്രിബിളിങ്ങും ചെയ്തിട്ടുണ്ട് കോറോ സിംഗ്. ഈ ഒരു 7 മത്സരത്തിലാണ് എന്ന് ഓർക്കണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അതായത് 6 വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ് രാഹുൽ KP എന്ന് പറയുന്നത്. ബട്ട് എന്ത് കാര്യം എടുത്ത് നോക്കിയാലും ഇപ്പോൾ പ്ലെയിൻ ടൈം ആയാലും അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള മാച്ചുകളായാലും ഗോളുകളായാലും അസിസ്റ്റുകളായാലും കോറോ സിംഗിനേക്കാളും എന്തായാലും രാഹുൽ KPക്ക് ഉയർന്നതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ്, അതായത് ISLൽ പന്ത് തട്ടുന്ന ചാങ്തെ, ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് ISLലെ ഇന്ത്യൻ പ്ലേയേഴ്സായിട്ടുള്ള കളിക്കാരുമായിട്ട് രാഹുൽ KPയെ ഒരിക്കലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ചേർത്ത് നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരൊക്കെ രാഹുൽ KPയേക്കാളും എത്രയോ മുകളിലാണ്. ഇപ്പോൾ ചാങ്തെയൊക്കെ എടുത്ത് നോക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കളിക്കാരനാണ്. പക്ഷേ രാഹുൽ KP ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതേ സമയം ഈ സമയത്ത് നമ്മൾ കോറോ സിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ പ്ലെയറാണ്, ഒരു ന്യൂ യങ് ബോയാണ്. ബട്ട് കറണ്ട് സിറ്റുവേഷനിൽ ഹീസ് എ ബ്രില്യൻ എന്ന് പറയുന്ന രീതിയിൽ കളി ശൈലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ താരങ്ങളെ വെച്ച് വരെ കോറോ സിംഗിൻ്റെ കളിശൈലികൾ നമുക്ക് എന്താ ചെയ്യുക, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രക്കും നല്ല രീതിയിലുള്ള ഒരു പ്ലേയിങ് എബിലിറ്റി കളിക്കാരനാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കളിശൈലിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അഗ്രസീവായിട്ടുള്ള ഒരു കളിശൈലിയാണ്. അതുകൊണ്ട് തന്നെ ആ പന്ത് കൺട്രോൾ ചെയ്യാനായിട്ട് രാഹുലിന് സാധിക്കുന്നില്ല എന്നുള്ളത് പല കളികളിലും നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും പന്ത് വഴുതി പോകുന്നത്, അതുപോലെ ലോങ് ബോളുകളൊക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ രാഹുൽ KPയിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്. എന്നാൽ ഇതേ സമയം നമ്മൾ കോറോ സിംഗിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു കളിക്കാരനല്ല, ബട്ട് നല്ല രീതിക്ക് കൺട്രോളിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. അത് വലിയ രീതിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഒരു താരം എതിരാളികളെ മറികടക്കാനും ബോൾ കൺട്രോൾ ചെയ്യാനും അത് പാസ് കൊടുക്കാനും വളരെ മികച്ച ഒരു കളിക്കാരനാണ്, ഒരു യങ് ബോയാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു കളിശൈലിയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരക്ക് ആവശ്യം. ഇനി രാഹുൽ KPയിലേക്ക് വരുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിയിൽ പന്ത് മുന്നോട്ട് തട്ടിയിട്ട് അതിനെ സ്പീഡായിട്ട് പിന്തുടർന്ന് ഉപയോഗിക്കുന്ന ഒരു കളിശൈലി ഉണ്ട് രാഹുലിന്. സോ ഇതെല്ലാ കളിയിലും നമ്മൾ കാണേണ്ടതാണ്. രാഹുൽ അങ്ങനത്തെ ഒരു കളിക്കാരനാണ്, സ്പീഡ് ഉപയോഗിക്കുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളത്. സോ ഇതുകൊണ്ട് തന്നെ ഒരു കിഡിലൻ ഡിഫൻഡറുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആ ഒരു കൺട്രോൾ അവിടെ ലോക്കാവുന്നത്, ആ ഒരു കൺട്രോൾ ഇല്ലാതായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പന്ത് മുന്നോട്ടിട്ടിട്ട് സ്പീഡായിട്ട് പിന്തുടരുന്ന ഒരു കളിശൈലി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമില്ല എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നേരെ കോറോ സിംഗിലേക്ക് വരാം. ഒരു ബോൾ പ്ലെയറാണ്. അതായത് എതിരാളികളെ വളരെ സിമ്പിളായിട്ട് മറികടന്നിട്ട് അതേ സ്പീഡ് ഉപയോഗിച്ചിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്പീഡ് ഉപയോഗിക്കാതെ
പാസ് കൊടുക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് കോറോ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതുകൊണ്ട് തന്നെ പന്ത് കൺട്രോൾ ചെയ്യുന്നതിൽ വിജയിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മത്സരം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതായത് മുഹമ്മദ് എസ്സിക്കെതിരെയായിട്ടുള്ള ആ ഒരു മത്സരം, ആ മത്സരത്തിൽ കോറോ സിംഗിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ രാഹുൽ KPയിലേക്ക് വരുമ്പോൾ പന്ത് ഇറങ്ങി വന്ന് എടുക്കുന്ന ഒരു ശൈലി ഒരു വിങ്ങറെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് നമുക്ക് പറയാം. അവിടെ എന്താണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. എന്നാൽ രാഹുലിനെ പോലെയുള്ളൊരു ഫിസിക്കിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ബോളാണ്, അതായത് ഗോൾ അടിക്കുന്ന ഒരു കളിക്കാരനാണ് രാഹുൽ KP. ഇപ്പോൾ ബോക്സിൻ്റെ വെളിയിൽ നിന്നും അതായത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും പവർഫുള്ളായിട്ടുള്ള ഷോട്ടുകൾ എടുത്തിട്ട് അടിക്കുന്ന ഒരു കളിക്കാരനാണ്. ഇപ്പോൾ നമ്മുടെ താരങ്ങൾ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പന്തിനെ വലയ്ക്കുള്ളിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു താരം. അപ്പോൾ രാഹുൽ KPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല. ഇനി അത് ഉണ്ടാക്കി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പന്ത് മുന്നോട്ടിട്ട് ഓടിയെടുക്കുന്ന ആ ഒരു ശൈലി വരുമ്പോൾ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഇത് ഈ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനിൽ ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്തൊരു സംഭവമാണ്. കാരണം അതൊരിക്കലും നമ്മളെന്തല്ല എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന ഒരു സംഭവമല്ല, നമുക്കൊരിക്കലും ഒരു സന്തോഷം പകരുന്ന ഒരു സംഭവമല്ല. ഇനി ഇതേ സമയം നമ്മൾ കോറോ സിംഗിലേക്ക് വരുമ്പോൾ പുറകിലേക്ക് ഇറങ്ങി വന്ന് പന്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അത്യാവശ്യത്തിന് ബാലൻസ് ഉപയോഗിച്ച് സ്പീഡ് കുറച്ച് എതിരാളികളെ കബളിപ്പിച്ച് കൺട്രോൾ ചെയ്ത് പന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് കോറോ സിംഗും രാഹുൽ KPയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. അതായത് നല്ല രീതിക്കുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു കളിക്കാരനാണ് കോറോ സിംഗ് എന്ന് പറയുന്നത്. ഇനി രാഹുലും കോറോയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, രാഹുലിൻ്റെ ഭാഗത്തു നിന്നും പക്ക സമയത്തിന് ഒരു എന്താ പറയുക പാസുകൾ വരാറില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ശരിക്കൊന്നും എടുത്തു നോക്കുക, അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് ഗോളിന് വേണ്ടിയിട്ട്, പക്ഷേ കറക്റ്റ് സമയത്ത് പാസ് കൊടുക്കാനായിട്ട് മുതിരാറില്ല. എന്നാൽ ഇതേ സമയം കോറോ സിംഗിൽ നിന്നും നല്ല രീതിക്കുള്ള പാസുകളും ക്രോസുകളും വരുന്നുണ്ട്. പക്ഷേ കോറോയുടെ ഒരു മൈനസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ചില സമയത്ത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പോലും പാസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് ഷോട്ട് എടുക്കാൻ ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനൊരു ഓപ്പൺ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ രാഹുൽ എന്തായാലും ഷോട്ടും അത് ഗോളാക്കും. അതൊക്കെ തന്നെയാണ് ഒരു ഫൈനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കോറോയെ സംബന്ധിച്ചിടത്തോളം ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും തട്ടിക്കളിക്കുന്ന ഒരു കളിശൈലിയും ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു കോറോ സിംഗ് ആണ് നമുക്ക് ബെറ്റർ. കാരണം 4-3-3ക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫോർമേഷനിൽ നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു പ്ലെയർ, നല്ല രീതിയിൽ പാസ് കൊടുക്കുന്ന ഒരു പ്ലെയർ അത്യാവശ്യമാണ്. പക്ഷേ രാഹുൽ KP പന്ത് നല്ല രീതിയിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോൾ കൺട്രോളിംഗ് ഒക്കെ പോകുന്ന ഒരു ശൈലി നമ്മൾ കാണുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോറോ സിംഗ് ആണ് നല്ലതെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുപോകാം. അതിലേക്കും ബൈ.